രണ്ട് വാക്കുകളുടെ പേരില് മനുഷ്യനല്ല. അതിന്റെ പേരിൽ ഒരുപാട് ട്രോളന്മാരിറങ്ങി. എനിക്ക് ട്രോളൊന്നും വിഷയമൊന്നുമില്ല, ഞാൻ ആസ്വദിക്കാറുണ്ട് എന്റെ ട്രോൾസ്. രേണു സുധി കൊല്ലം ട്രോൾസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ഞാനത് ചിരിച്ചാണ് ആസ്വദിക്കാറ്. ഇതൊന്നും വിഷയം. പക്ഷെ ക്രിട്ടിസൈസ് ചെയ്ത് കുറെ കുറ്റവാളിയെ പോലെ എന്നെ ഇട്ട് കുറെ എന്നെ എടുത്ത് ഉടുത്തന്നെ, അങ്ങനെ തന്നെ പറയാം. കുറെ വ്ളോഗേഴ്സ് എന്നെ എടുത്ത് ഉടുത്ത്, അതാണ് നമുക്ക് വിഷയം. തല്ലി പൊട്ടിച്ചു, ഇച്ചിച്ചി നാറ്റോ എന്ന് പറഞ്ഞു. അവൾക്ക് ഇത്ര നാളും അതായിരുന്നു വലിയ സംഭവം. എടാ, ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തം വന്നാൽ ഞാൻ വേണമെങ്കിൽ ഇത് മണപ്പിച്ച് കാണിക്കാം. അപ്പൊ നീയൊക്കെ പറയട്ടെ ഇതിനകത്ത് സുഗന്ധമാണോ അല്ലയോ എന്ന്. ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമാണ്. നീയൊക്കെ അവിടെ ഇരുന്ന് സ്ക്രീനിന്റെ പുറകെ ഇരുന്ന് നീയൊക്കെ എനിക്കിട്ട് പറയുന്നല്ലോ. നീയൊക്കെ നേരിട്ടോ സുധീലയത്തിൽ ആർക്കും സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം സുധീലയത്തിലോട്ട്. അവിടെ വന്നാൽ ഇത് ഇവിടെ ഇതേ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എന്റെ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഇതിവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്റെ മരണശേഷം ഇതിനെന്താവും എന്നൊന്നും എനിക്കറിയില്ല. അതുവരെ ഇതിവിടെ ഉണ്ട്. നിങ്ങൾ ആര് വേണം ഞാനിവിടെ ഉള്ളപ്പോൾ വന്നിട്ടോ ഞാനിത് കാണിച്ചു തരാം. നിങ്ങൾ പക്ഷെ ആരുടെ കയ്യിൽ തരുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഞാൻ അല്ലാതെ ഞാൻ കാണിച്ചിങ്ങനെ തരാം. എന്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ട സാധനമാണിത്. കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഓർമ്മ, മെമ്മറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആരുടെയും കയ്യിൽ പോലും കൊടുക്കാത്തത്.